ഇടത് നേതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ അടുത്ത രാഷ്ട്രീയ ഉത്തരവാദിത്വമായി ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്നുള്ള വിവരം നിങ്ങളെങ്കിലും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരുന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഞാൻ അറിയിക്കുന്നു. ഇതില്ലെങ്കിൽ ഇത് CPM-ഉം ഇടതുപക്ഷവും ഒക്കെ ഇടപെട്ടാണ് തങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തിരുന്ന ആരോപണം നിങ്ങൾ വെറുതെ കേൾക്കേണ്ടി വരും. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കഥ അതാണ് പറയുന്നത്. വിനുവിൻ്റെ ഒരു പുതിയ സിനിമയുടെ പേര് കുട്ടിമാമ എന്നാണെന്ന് തോന്നുന്നു. കുട്ടിമാമ എന്നല്ല, പേര് മാറ്റണം, വെട്ടിമാമ എന്നല്ല, ആ വെട്ട് സ്വയം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് പൊട്ടിമാമ എന്നായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട വിനു, താങ്കളൊരു മികച്ച സിനിമാ സംവിധായകനായിരിക്കും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയിൽ മിനിമം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം പോലും വിനു ശ്രദ്ധിക്കാതെ പോയി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ആ പത്രികയിൽ 5-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് വായിക്കാം. വോട്ടർ പട്ടികയിലുള്ള സ്ഥാനാർത്ഥിയുടെ നമ്പരും നിയോജക മണ്ഡലവും പഞ്ചായത്തും സംബന്ധിച്ച വിവരങ്ങൾ. ഇത് വിനു എന്താണ് പൂരിപ്പിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വിനു 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിലില്ല. അങ്ങനെയാണെങ്കിൽ 2020 വോട്ടർ പട്ടികയിൽ ആ പേരുണ്ട് എന്ന് കരുതി ആ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. 2025 വോട്ടർ പട്ടികയിലും അന്തിമ ലിസ്റ്റിലും ഇല്ല, കരടിലും ഇല്ല, സപ്ലിമെൻറ്റിലും ഇല്ല. അപ്പോൾ പിന്നെ താങ്കൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന വോട്ടർ പട്ടിക ഏതാണ്? ഞാൻ മനസ്സിലാക്കുന്നത്, ഭയപ്പെടുന്നത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയാണെന്നാണ്. പ്രിയപ്പെട്ട വിനു, ഇത് രണ്ടും രണ്ടാണ്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിലെ ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണോ എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു കോർപ്പറേഷൻ്റെ മേയറാവാൻ വേണ്ടി വന്നൊരു സ്ഥാനാർത്ഥിയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾക്ക് രാഷ്ട്രീയ സാക്ഷരത എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് മിനിമം അതൊരു പാഠ്യപദ്ധതിയായി തന്നെ പാർട്ടിക്കാർ കൊടുക്കേണ്ടതാണ്. അത് പാർട്ടി ക്ലാസുകൾ വഴിയെങ്കിലും ബോധ്യപ്പെടുത്തണം. എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, എന്താണ് നാമനിർദ്ദേശ പത്രിക, അതിൽ മിനിമം വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്. മിനിമം വേണ്ടുന്ന ചട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതാണ് വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അവിടെ ഞാൻ രണ്ടാമത് വരാം. ഇവിടെ എന്താ സംഭവിച്ചത്? വിനു ആദ്യം മുതൽ പറഞ്ഞു, ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ പേര് നീക്കം ചെയ്യാണ്. സർ, നീക്കം ചെയ്യണമെങ്കിൽ പേര് വോട്ടർ പട്ടികയെ വേണ്ടേ? വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത വിനുവിനെ ആര് വെട്ടാനാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊപ്പം എറണാകുളത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ മാലാപ്പറമ്പിലെ 4-ാമത്തെ നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. മിസ്റ്റർ വിനു, താങ്കൾ ഇനിയും അത് ആവർത്തിക്കുകയാണെങ്കിൽ താങ്കളുടെ പേരിൽ കള്ളവോട്ട് ചെയ്തതിൻ്റെ പേരിൽ കേസ് വരും. മേയറാവാൻ ഇറങ്ങിയ സ്ഥാനാർത്ഥി കള്ളവോട്ട് ചെയ്തതിൻ്റെ പേരിൽ അകത്തു പോകുന്ന കാലം വരും. അതുകൊണ്ട് താങ്കൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കൂ. താങ്കൾ ഒരുപക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും 2021. അതല്ലെങ്കിൽ 2019 അടുത്ത സമയത്താണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത്, അതായിരിക്കും. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാ, താങ്കൾ ഓർമ്മിക്കുന്നുണ്ടോ? 3 തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ താങ്കൾ? ആ 3 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്.